എന്താണ് ദുർഗയുടെ അവസ്ഥ? എന്റെ അവസ്ഥ ഒന്നുമില്ല, സാധാരണ. ചേട്ടാ ഒരു കാര്യമുണ്ട്, ഈ അച്ഛനോട് പറഞ്ഞാ മതി സിനിമയിൽ അഭിനയിക്കുമ്പോ കളിപ്പാട്ടം മേടിച്ചു തരാൻ പറയണം. അതല്ല അച്ഛൻ, മറ്റേ അച്ഛന് ഇങ്ങനെ നല്ലതുണ്ടെങ്കിൽ നല്ലായിട്ട് ഇങ്ങനെ അഭിനയിച്ച കളിപ്പാട്ടം മേടിച്ചിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ഇത് ഞാനും ഇവനും തമ്മിലുള്ള ഒരു ഡീലാണ്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഓക്കെ ആയിരിക്കും. സിനിമ കിട്ടിയിരുന്നെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു കളിപ്പാട്ടം മസ്റ്റാ. അത് വാങ്ങാണ്ട് തിരിച്ച് വീട്ടിലോട്ട് കയറാൻ പറ്റും. അത് പ്രതിഫലം മുൻകൂട്ടി വാങ്ങും. സിനിമയിൽ നിന്ന് കിട്ടിയോ ഇല്ലേ എന്നുള്ള പൊതിക്ക് പ്രശ്നമൊന്നുമല്ല. പുള്ളിയുടെ പ്രതിഫലം കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. ഇപ്പൊ ദുർഗയുടെ ടാലൻസ് എന്തൊക്കെയാ ശരിക്കും? പാട്ടല്ലാതെ പാട്ട്, പിന്നെ ഡ്രോയിങ് ചെയ്യും അത്യാവശ്യം, പിന്നെ ക്രാഫ്റ്റിംഗ്. ദുർഗ അത്യാവശ്യം ടാലന്റ് ഉണ്ട്. അഭിനയിക്കാനും ആള് നല്ലോണം ചെയ്യും, വീഡിയോസിലൊക്കെ നിൽക്കും. അഭിനയിക്കാനൊക്കെ നല്ല ടാലന്റ് ഉണ്ട്. പാട്ട് പാടാൻ ടാലന്റ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് എന്താണെന്നറിയില്ല, കുറച്ചൊരു മടി എല്ലാ കാര്യത്തിലും വന്നിട്ടുണ്ട്. പാട്ട് പാടുന്നതാണെങ്കിലും ഒരു ചമ്മലരിക്കോണ്ട് ഈ ഒരു പ്രായത്തിന്റെ ഈ ഒരു പ്രായത്തിൽ പിന്നെ ഈ കുട്ടികളെ കുറച്ച് കൂടെയുള്ള കുട്ടികളൊക്കെ ചിലപ്പോ ഇങ്ങനെ പറയുന്നുണ്ടാവും, വീഡിയോസിൽ നിൽക്കുന്ന അങ്ങനെ ആ ഒരു സംഭവം പുള്ളിക്ക് വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. മൈൻഡിൽ അങ്ങനെ ഒരു സാധനം വന്നു തുടങ്ങിയോണ്ട് ചെറുതായിട്ടൊരു ഒരു ഉൾവലിവ് ഞാൻ കാണുന്നുണ്ട്. കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ പുതിയ പാട്ടൊക്കെ പഠിക്കാനുള്ള ശ്രമം ഉണ്ടോ? പുതിയ പാട്ട് ലാസ്റ്റ് പഠിച്ചത് അമ്പലത്തില് ഉത്സവത്തിന് പാടാനായിരുന്നു. പക്ഷെ പാടാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ തണുപ്പ് വന്ന് അങ്ങനെ പാടാൻ കഴിയിട്ടില്ല. കാട്ടു ചെമ്പകൊക്കെ കേൾക്കുമ്പോ അതെടുത്ത് പഠിക്കാൻ അങ്ങനത്തെ പരിപാടി ഉണ്ടോ? അങ്ങനത്തെ പാട്ട് ഞാൻ അധികം പാടില്ല. കുറച്ച് എന്താ പറയാ, പണ്ടത്തെ പാട്ടാണോ? പണ്ടത്തെ പാട്ട് എനിക്ക് ഇഷ്ടമല്ല. ചേട്ടാ ഈ പെണ്ണ് പാടുന്നുണ്ടെങ്കിൽ തന്നെ ഇമോഷൻ പാടേ പാട്ടു. ഇമോഷൻ പാട്ട് ലാസ്റ്റ് മറ്റേ ചെമ്പട്ടണിഞ്ഞ നമ്മുടെ മറ്റേ ഒരു നാടൻ പാട്ട് വെടിക്കെട്ടില്ലേ, കുറച്ച് സങ്കടമൊക്കെയുള്ള അതാ കുറച്ചുകൂടിയും രസമുണ്ട്. അങ്ങനെ ഡിസ്കോ പോലത്തെ അതധികം പഠിക്കില്ല. ഇങ്ങനെ പാട്ട് ട്രെൻഡായി ഇങ്ങനെ അതിങ്ങനെ വരിയെല്ലാം അറിയാം, വെറുതെ പാടും. പക്ഷെ അങ്ങനെ പഠിച്ച് നമ്മൾ എവിടെയെങ്കിലും പാടാൻ അതൊന്നും പാടില്ല. ഇപ്പൊ ഒരു പാട്ട് പാടി ഇഷ്ടമുള്ള പാട്ട് പാടി, ഒരു കുഴപ്പമില്ല. ഇതേപോലെ ഞാൻ പെട്ടല്ലേ, നന്നായി പാടുന്നു. നോക്കാം. ചെമ്പട്ടണിഞ്ഞമ്മ ചെമ്പക പൂമര കോവിലണഞ്ഞു നീ നാട് വാഴ നേരിന്റെ കാവലായി വാളേന്തും കൈകളാൽ ദോഷങ്ങൾ നീക്കി നീ നാട് കാക്ക വല്യാലിൻ തുഞ്ചത്ത് കുടികൊള്ളും യക്ഷിയും കാവേറും നാഗത്താന്മാരും തൂണ കളിതള്ളം കോമര കൊടുവാളിൻ തുഞ്ചത്തും അടിയങ്ങൾ നാവിലും വാഴദേവി കണ്ണേറ് ദോഷങ്ങൾ തീർത്ഥമ്മ കാക്കണേ തിരയാടും കാവിൽ നീ വിളയാടണേ ചെമ്പട്ടണിഞ്ഞമ്മ ചെമ്പക പൂമര കോവിലണഞ്ഞു നീ നാട് വാഴ.
അടിപൊളി. മൂടങ്ങ് മാറി നമ്മളല്ലേ. അതില്ലേ കുറച്ചും കൂടി ഉണ്ട് മറന്നു. അത്ര ശരിയായിട്ടില്ല അല്ലേ? എന്നാ ശരിയായില്ലാന്നല്ല, കുറച്ചുകൂടി വരികളുണ്ട്, മറന്നുപോയി. ഓ അങ്ങനെ. ഞാൻ ഇത്ര പാടാൻ നിർത്തുന്നതാണ്. പാടാൻ തന്നെ ഇത്ര പാടാൻ തന്നെ. ഇന്ദിര അതല്ല ചേച്ചി പാടുന്ന കണ്ടിട്ട് അതന്നെ റിപ്പീറ്റ് അടിക്കും. ഞാൻ പാടില്ല. ഇതന്നെ പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? മോളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, എന്നെ പഠിപ്പിക്കുന്നില്ല. എന്നെ പഠിക്കണം എന്ന് നോക്കുന്നുണ്ട്. മോളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, എന്നെ പഠിപ്പിക്കുന്നില്ല. 3ാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്കുള്ളൂ. പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ എനിക്കത് പ്രവർത്തിക്കാൻ ലാലേട്ടൻ പറഞ്ഞ പോലെ മോഹൻലാൽ പറഞ്ഞ പോലെ ലാലേട്ടൻ പറഞ്ഞ പോലെ പക്ഷെ ബുദ്ധിയുണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് എടുക്കാൻ അത് എടുത്തത് ഇപ്പൊ എന്റെ കഴിവ് ഒരു ഓണക്കളി ആയാലും നമ്മള് ഈ ദക്ഷിണ വെച്ച് ഓണക്കളി പഠിച്ചാണ്. പക്ഷെ ആ ഓണക്കളി പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പഠിച്ചിട്ട് കാര്യമില്ല, വീട്ടിലിരുന്നും കാര്യമില്ല. പക്ഷെ എന്റെ മോനായിട്ടാണ് അത് പുറത്തെടുത്തത്. അപ്പൊ അച്ഛൻ സൂപ്പറാണെന്ന് പറയും. പക്ഷെ അച്ഛൻ സൂപ്പറാണ്. അപ്പൊ അത് ആ ബഹുമാനം കിട്ടിയത് എന്താണ്? എന്റെ മോനിൽ നിന്നാണ്. അല്ല അതല്ല, പിന്നെ അത് ആയിക്കോട്ടെ, അത് അച്ഛനായാലും അച്ഛനിട്ടാലും മോനിട്ടാലും തുല്യമാണ്. അതിനകത്ത് വേർതിരിവില്ല. ഇവിടെ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ചില സമയത്ത് എല്ലാത്തിലും ചെറിയ ആൾക്കാര്, എല്ലാ മനുഷ്യരിലും ഉണ്ടാവുമല്ലോ ചെറിയ കുറച്ച് ആൾക്കാർ. അപ്പൊ ഇവരുടെ ഒരു ബോണ്ടിങ്, അതായത് ഞാൻ പറയാം, ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളുടെയും എന്റെ ഭാര്യന്റെയും തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനും എന്റെ പെങ്ങളുമായിരുന്നു, പക്ഷെ ഇന്ന് അതല്ല. അവര് നാത്തൂനാണ് ഏറ്റവും ഇത്. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു ബോണ്ടിങ് സത്യം പറഞ്ഞ ചില സമയത്ത് ഇപ്പൊ അവളൊരു ചാനല്, ഞാൻ പറഞ്ഞില്ലേ അവൾക്കൊരു ചാനല് നമ്മൾ ഇതിലൂടെ വന്നപ്പോ അവൾക്കൊരു ചാനലായി തുടങ്ങി കൊടുത്ത അവളിപ്പോ നല്ല രീതിയിൽ അത് നമ്മൾ എന്ത് തുടങ്ങി കൊടുത്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു മനസ്സും കൂടി അത് അവൾ ഒറ്റക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട്. അവളുടെ ഓപ്പക്ക് നമ്മളെല്ലാവരും ഉണ്ട്. ഇതിന് നാത്തൂനും പോലെ കേട്ടാ, രണ്ടൊറ്റ അതായത് രണ്ടുപേരും അവരെ വഴക്ക് പറയാൻ പറ്റില്ല, രണ്ടിനും വഴക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരൊറ്റ സംഭവമാണ്. അത് അല്ല, ഒരു മരുമോളായിട്ടല്ല ഈ മോളെ കണ്ടേക്കണത്. കാരണം നമുക്കിവിടെ വന്നു കയറിയത് ഒരു ഐശ്വര്യമാണ്. അല്ല അത് കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് അച്ഛനത് പറഞ്ഞിരുന്നു, മോള് വന്നു കയറിയിട്ട് അച്ഛന് ഭാഗ്യം ഉണ്ടായിരുന്നു. അത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റൂല. അത് ഒരു ഐശ്വര്യം തന്നെയാണ്. ഒരു മരുമോളല്ല, മരുമോളായിട്ടല്ല, അതൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ മോളുടെ ഭർത്താവാണെങ്കിലും അത് സഭി മോളുടെ ഭർത്താവ് അവിടെ കയറി വന്നു അന്ന് തുടങ്ങുള്ള ഉയർച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പൊ ചെറിയ ഒരു സമയത്ത് ഇങ്ങനെ വിടാനും ഒക്കെ ഒരു അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മളെ എവിടെയുണ്ട്, അതാണ് അതിന്റെ ഒരു ചെറിയ മൂച്ചൊക്കെ ഉണ്ടാവും. അത് മോനെ വിളിച്ചാൽ അവൻ തീരും, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അവിടെ തീരും. അപ്പൊ കഴിഞ്ഞു. അല്ലാണ്ട് വേറെ വിഷമമൊന്നും ഉണ്ടാവില്ല, ഉള്ളൊന്നുമില്ല. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എന്റെ വരുമാൻ ആരൊരു മോനെ വലുതായിപ്പോ കുറച്ച് ഹൈറ്റൊക്കെ വെച്ച് നമ്മളെ ചേട്ടൊക്കെ പൊക്കെ വെച്ചാൽ ഷറായി വരട്ടെ. എങ്ങനെയാണ് മാമൻ? അടിപൊളിയാണോ? മാമനെ കണ്ട് പഠിക്കുന്ന പറഞ്ഞാലും അത് കേരളമില്ല, എന്നാലും ആയിക്കോളൂ. അല്ല, ഇവൻ പിന്നെ എന്റെ ചേച്ചിന്റെ 2 മക്കളുണ്ട്, പിന്നെ ഇവരെല്ലാരും റോൾ മോഡൽ ഓപ്പയാണ്. എല്ലാം പേടിയാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ, കളിക്കാൻ പോവാൻ, അല്ലെങ്കിൽ സിനിമ കൂട്ടിയിട്ട് പോകാൻ, അവരെ കൂടെ പോയി കളിക്കലും എല്ലാം ഒപ്പയാണ് അവർക്ക്. ഇവന് അമ്മാവാന്ന് പറഞ്ഞ മറ്റവര് ചിറ്റപ്പൻ. ഞാനിടയ്ക്ക് ചോദിക്കുവേ, ഇപ്പൊ ഇന്ന് ഇവൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ സെറ്റ് ആവുന്നുണ്ട്. പുള്ളിക്കാരത്തെ പെങ്ങളുടെ ഇപ്പൊ ഒരു വീഡിയോ 10-20 മില്യൺ ഒക്കെ പോയി. അപ്പൊ ഇന്നോട് പറഞ്ഞിട്ട് പറയണം, അപ്പൊ ഇന്ന് എന്തോ ഒരു സംഭവം വന്ന് ഇൻസ്റ്റാഗ്രാം പ്രശ്നമായി. ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് അറിയില്ല, മറ്റേ ഇൻസ്റ്റാഗ്രാമിനുള്ള ഇമെയിൽ ഏതാണെന്ന് അറിയില്ല, ഫേസ്ബുക്കിന്റെ പാസ്വേഡ് അറിയില്ല. അപ്പൊ ഞാനെങ്ങനെ ചത്തുപോയി കഴിഞ്ഞ നീ ഇത് ഒന്നും അറിയണമെന്നോ പഠിക്കണമെന്നുള്ള യാതൊരു ചിന്തയില്ല. കാരണം ഞാനിവിടെ ഉണ്ടല്ലോ, ഓടിക്കൊണ്ട് മൊബൈൽ കൊടുത്തിട്ട് ഇത് അപ്പൊ ഞാൻ ചോദിക്കും, ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് പഠിച്ചു. അപ്പൊ നമ്മള് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഒന്നും വേണ്ട, ചേട്ടൻ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യം.